മെക്സവനിലെ എല്ലാ പ്രവർത്തകർക്കും വ്യായാമം ചെയ്യുകയും രാവിലെ നടക്കാൻ പോവുകയൊക്കെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മെക്സവൻ പോലെ തന്നെ എന്തെങ്കിലും വ്യായാമങ്ങൾ, ശരീരം അനങ്ങി നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാ ദിവസവും ഒരു 10-25 മിനിറ്റ്, ഒരു അരമണിക്കൂർ അതിനുവേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. എന്തൊക്കെയാ ഗുണങ്ങളെന്നറിയാമോ? എൻഡോർഫിൻ പുറപ്പെടുവിക്കും നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് മൂലം. ആ എൻഡോർഫിൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ സംബന്ധിച്ച് അതൊരു പെയിൻ കില്ലറാണ്. മൂഡ് നിങ്ങളുടെ സ്വിംഗ് ഉണ്ടെങ്കിൽ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കും. മറ്റൊന്ന് ടെസ്റ്റോസ്റ്ററോൺ ആണ്. ടെസ്റ്റോസ്റ്ററോൺ പുറപ്പെടുവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രായമാവുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതങ്ങ് മാറി കിട്ടും. യുവത്വം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ നിങ്ങളുടെ ശരീരത്തുണ്ടാവും. അതേപോലെ സിറോട്ടോണിൻ ഉണ്ടാവും. അത് നിങ്ങളുടെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും നിങ്ങളുടെ മൂഡും അപ്പറ്റൈറ്റും ഒക്കെ, നിങ്ങളുടെ വിശപ്പും ഒക്കെ കൃത്യമായിട്ട് നിർത്തും. പിന്നെ ഡോപ്പമിൻ ഉണ്ടാവും. ഡോപ്പമിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളെല്ലാം ഒന്ന് ഉഷാറായി കഴിയും. അപ്പോ ഉഷാറാവി, ഡോപ്പമിൻ, എൻഡോർഫിൻ, ടെസ്റ്റോസ്റ്ററോൺ, സിറോട്ടോണിൻ, ഈ 4 ഹോർമോണുകളും നിങ്ങളുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കാനുള്ള ഏക മാർഗം നിങ്ങൾ ശരീരം അതിരാവിലെ തന്നെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, സദാസമയവും വളരെ പ്രസന്ന മനസ്സോടുകൂടിയായിരിക്കും നിൽക്കുക. അതേസമയം ചില ആളുകളുണ്ടാവും ഇൻട്രോവേർട്ടായിട്ട് വളരെ ബുദ്ധിമുട്ടി സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടാവും, ഉറക്കം തൂങ്ങികളായിരിക്കുന്ന മനുഷ്യർ. അവരെ കുറ്റം പറയുകയല്ല, പക്ഷേ നിങ്ങളെ ഒന്ന് ഉണർത്താൻ വേണ്ടി, നിങ്ങളുടെ ശരീരത്തെ ഹോർമോണുകളെ ഉണർത്താൻ വേണ്ടിയെങ്കിലും നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ നേരം കൃത്യമായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുക. എന്തായാലും മെക്സവൻ വിവാദത്തോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുകയാണ്. ആ വിവാദം വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു സാഹചര്യം കിട്ടി. മെക്സവൻ എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ ആണ് മെക്സവൻ. നമുക്ക് നാളെ ഇത് വിശദമായിട്ട് പരിചയപ്പെടാം. എങ്ങനെയൊക്കെയാണ് നമുക്ക് 21 മിനിറ്റ് കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുക. സമയമാണല്ലോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം.